ഹലോ ഗായ്സ്, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പാർവതി പുത്തനാറാണ്. പാർവതി പുത്തനാറ് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ ദൂരെ പുഴ അടഞ്ഞു കിടക്കുകയാണ്. അത് കടലാക്രമണം മൂലമുണ്ടായ തിരമാലകൾ മണ്ണുകൊണ്ട് പുഴയെ അടപ്പിച്ചതാണ്. അപ്പോൾ അത് ചില സാങ്കേതികമായിട്ടുള്ളതും ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ കാരണം അത് തുറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. രണ്ട് വശങ്ങളിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പായലും കണ്ടൽക്കാടുകളും. ഈ വലതുവശം കാണുന്നത് ഇടയാറാണ്. അതായത് തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിലെ അതായത് മൺട്രോ തുരുത്ത് പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വേറെയുണ്ട്, അത് കൊല്ലത്താണ്. പക്ഷേ തിരുവനന്തപുരം തെക്കൻ കേരളത്തിലെ ഒരേ ഒരു ഐലൻഡ് ദ്വീപ്, പുഴയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ദ്വീപ് ഉണ്ടെങ്കിൽ അത് ഇടയാറാണ്. ഇടയാറിൻ്റെ സൗന്ദര്യമാണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വലതുവശത്ത് കാണുന്നത് പൂന്തുറ തീരമാണ്. ഈ കാണുന്ന ഈ ചെടികളുടെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 15-20 മീറ്റർ ആകുമ്പോൾ കടലാണ്, അറബിക്കടലാണ്, പൂന്തുറ തീരദേശമാണ്. ഇനി ഒരു 500 മീറ്റർ തുഴഞ്ഞു പോയാൽ നമ്മൾ എത്തുന്നത് പൂന്തുറ പൊഴിയാണ്. പൂന്തുറ പൊഴിയുടെ അങ്ങേ വശം പനത്തുറയും ഇങ്ങേ വശം പൂന്തുറയുമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, കാലവർഷ സമയത്ത് മാത്രം കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ എന്ന് പറയുമ്പോൾ പൊഴിയിൽ ഒഴുക്ക് കൂടുകയും പൊഴിയുടെ സ്വഭാവത്തിന് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതായത് നമുക്ക് സാധാരണ ദിനങ്ങൾ ആശ്രയിക്കുന്നത് പോലുള്ള വിനോദസഞ്ചാരം അവിടെ യോഗ്യമല്ല. പക്ഷെ വന്നാൽ സേഫ്റ്റിയോടുകൂടി നമ്മൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ആഘോഷിച്ച് പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു 4 മണി സമയമാണ്. ഇതുപോലെ ഇങ്ങനെ വെള്ളം തുഴഞ്ഞ് പൊഴിയിലൊക്കെ പോയി 2 മുങ്ങലൊക്കെ ഇട്ട് ഒരു മീനൊക്കെ ഇട്ട്, അതാണ് അവിടെ നമ്മുടെ വല വെച്ചിട്ടുണ്ട് വീശാനായിട്ട്. അപ്പോൾ കുറച്ച് മീനൊക്കെ പിടിച്ച് ഒരു വൈബാണ്. ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. നമുക്ക് പൂന്തുറയല്ല, ഐ മീൻ തിരുവനന്തപുരത്തിലെല്ലാവരും ഇതുപോലെയുള്ള പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് പൈസ ചിലവാക്കി അങ്ങ് പേര് പറയുന്നില്ല വടക്കൻ കേരളത്തിലെ പല ഭാഗങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ലൊരു സ്പോട്ടാണ്. അതിന് വേണ്ടത് ടൂറിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ എന്താ പറയുക, പ്രദേശവാസികളെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രാദേശിക സൗഹൃദ ടൂറിസമൊക്കെ ഇവിടെ നല്ല രീതിയിൽ വിജയിക്കും. ആരും ഇതിന് ആഴമില്ല, നിങ്ങൾ കണ്ട പറയുന്നത് ഇതിന് ആഴമില്ല. അവിടെ ഇത്രയേ ഉള്ളൂ, ആഴമില്ല. ആഴമില്ലെന്ന് പറഞ്ഞാൽ ആഴമില്ല. 1 മീറ്റർ ആഴമേ ഉള്ളൂ ഈ പുഴയ്ക്ക് എന്ന് പറയുമ്പോൾ. ഈ കടലാക്രമണത്തിൽ വന്ന മണലാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഈ മണൽ തന്നെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബീച്ച് നൗറിഷിങ്ങിലൂടെ നമുക്ക് തീരത്തിൻ്റെ വലിപ്പം കൂട്ടാൻ പറ്റും. പക്ഷേ ഇവിടുത്തെയുള്ള ഒരു തരത്തിലുള്ള നേതാക്കളോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതൊരു പുഴ നമുക്ക് കാണുമ്പോൾ ഒരു വലിയ ആഴമുള്ള പുഴയായിട്ട് തോന്നും. പക്ഷേ കേട്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ, 1 മീറ്റർ പോലും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മണൽ നമുക്ക് അങ്ങോട്ട് അടിച്ച് ഇതിൻ്റെ ആഴം കൂട്ടുകയും ചെയ്യാം. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ബോട്ടിംഗ് സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. ആഴം കൂട്ടി ബോട്ടിംഗ് സൗകര്യം ഉണ്ടാക്കും. ഈ ആഴം കൂട്ടുന്ന മണൽ തീരത്ത് കൂടുതൽ തീരം വയ്ക്കാനും സഹായിക്കും. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. അതിനാരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അതാരും ചെയ്യുന്നില്ല. സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്. വിശ്വസിക്കാം. കാരണം വിശ്വസിക്കേണ്ട ഒരു രീതിയിലാണ് പറയുന്നത്. ആഴമില്ല എന്ന് പറയുമ്പോൾ ഈ മണ്ണിനെ നമുക്ക് നൗറിഷിങ് ചെയ്ത് ബീച്ച് കൂട്ടാം. ഈ പാർവതി പുത്തനാറിൻ്റെ ആഴം കൂട്ടി ടൂറിസ്റ്റുകൾക്കുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാക്കാം. അപ്പോൾ അത്രയ്ക്ക് സുന്ദരമായ, നിങ്ങൾ പുറകിലോട്ട് നോക്കിയേ, ആ ക്യാമറ ഒന്ന് പുറകിലോട്ട് നോക്കി, അതിൻ്റെ ആ ഒരു സൗന്ദര്യം. ആൾക്കാരൊക്കെ മൂവാറിലുള്ള ആ ഒരു ബോട്ടിങ്ങിനെ ആശ്രയിച്ച് പോകുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഡബിൾ വീതിയും ഡബിൾ സൗകര്യവും. ഇതിൻ്റെ ഒരു 150 മീറ്റർ അപ്പുറത്ത് കരമനയാറാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇടയാറെന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ഈ ദ്വീപിൻ്റെ അങ്ങേ വശം ഒരു നദിയാണ്, അത് കരമനയാറാണ്. കരമനയാറ് ഇതിനേക്കാളും ഡബിൾ വീതിയാണ്. അത് അവിടെ ആഴമുണ്ട്, കാരണം ഈ കടലിൻ്റെ ഒരു എഫക്റ്റ് അവിടെ തട്ടുന്നില്ല. പക്ഷേ ഈ ആഴമില്ലാത്ത സ്ഥലമാണ്. ഇതിന് 2 ആൾ ആഴം കൂട്ടിയ പൂന്തുറയ്ക്ക് ആവശ്യമായ തീരം ഇവിടെ നിന്ന് ഈ ഒരു നദിയിൽ നിന്ന് തന്നെ കിട്ടും. അതാരും ആലോചിക്കുന്നില്ല. ഉദ്യോഗസ്ഥരല്ല, നാട്ടിലുള്ള പ്രാദേശിക നേതാക്കളും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരും അതിനെ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല. വിഷയം ഇത്തരം ഒഴിവ് സമയങ്ങളിൽ സൗന്ദര്യം ആസ്വദിക്കാനും കുറച്ച് റിലാക്സ് ആവാനും നല്ലൊരു സ്പോട്ടാണ്. പക്ഷേ സേഫ്റ്റി അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. തീരദേശവാസികളെയും അവരുടെ മത്സ്യബന്ധനത്തിനെയും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഇവിടെ സാധ്യമാണ്.
പ്രവർത്തകർ ഏറ്റെടുക്കും.